ഇന്നൊരു സന്തോഷ വാർത്തയുണ്ട്. നെഗറ്റീവ് ചിന്തകൾ കുറയ്ക്കാൻ കഴിയുന്ന, ബ്രെയിനിനെ നമുക്ക് പരിശീലിപ്പിക്കാൻ കഴിയുന്ന 7 എക്സസൈസുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. പക്ഷേ ഒരു കാര്യം നാം മനസ്സിലാക്കണം. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ പോലെയാണ്. ഒരു ദിവസം നാം ഒരു സ്ഥലത്തു കൂടെ നടന്നാൽ ഒരിക്കലും റോഡാകില്ല. പക്ഷേ പല പ്രാവശ്യം നാം അതേ വഴിയിലൂടെ നടന്നാൽ അത് റോഡാകും. അതുപോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിനിലും. പല ദിവസങ്ങൾ ആവർത്തിച്ച് ഒരേ ചിന്തയാണ് നമുക്കുണ്ടാകുന്നതെങ്കിൽ ബ്രെയിൻ അതിനെ ഡിഫാൾട്ടാക്കും. ബ്രെയിനെ തന്നെ നമുക്ക് പരിശീലിപ്പിച്ച് റീപ്രോഗ്രാമിംഗ് ചെയ്യാനുള്ള ചില എക്സസൈസുകളുണ്ട്. ഫസ്റ്റ് എക്സസൈസ് ഈസ് ക്യാച്ച് ദി തോട്ട്. നമ്മുടെ മനസ്സിലൂടെ നെഗറ്റീവ് ചിന്തകൾ ഇഷ്ടം പോലെ വരും. പക്ഷേ അവയെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. എപ്പോഴാണോ നമുക്ക് ഐ കാൺട്ട്, എനിക്ക് കഴിയില്ല എന്ന ചിന്ത വരുമ്പോൾ നിങ്ങൾ ഉടനെ എതിർ ചോദ്യം ചോദിക്കുക. ഇത് ശരിക്കും ഫാക്റ്റ് ആണോ അതോ ഫിയർ ആണോ എന്ന്. ഫാക്റ്റ് ആണെങ്കിൽ അത് വിട്ടേക്കുക. ഫിയർ ആണെങ്കിൽ നാം അത് മുന്നോട്ട് കൊണ്ടുപോവുക. രണ്ടാമത്തെ എക്സസൈസ് റിപ്ലേസ് അല്ല, റീഫ്രെയിം. ഒരു കാര്യം വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ പരാജയം സംഭവിച്ചേക്കാം. അപ്പോൾ നമ്മൾ ഒരിക്കലും ഞാൻ തോറ്റു എന്ന് പറയരുത്, ഞാൻ പഠിച്ചു എന്ന് പറയണം. ബ്രെയിനിന് വാക്കുകളുടെ വ്യത്യാസം വളരെ കാര്യമാണ്. ലാംഗ്വേജ് ചേഞ്ചസ് തിങ്കിങ്. മൂന്നാമത്തെ എക്സസൈസ് എവിഡൻസ് മെത്തേഡ്. ബ്രെയിൻ ചിലപ്പോൾ നമ്മളോട് പറയും ആരും എന്നെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഉടനെ ചോദിക്കൂ, അതിന് എന്താണ് തെളിവ്? നമ്മുടെ ബ്രെയിൻ പലപ്പോഴും തെളിവില്ലാത്ത കഥകൾ ഉണ്ടാക്കും. എക്സസൈസ് 4 ഗ്രാറ്റിറ്റ്യൂഡ് ട്രെയിനിങ്. എല്ലാ രാത്രിയും നമ്മൾ നല്ലതായിട്ടുള്ള 3 കാര്യങ്ങൾ എഴുതൂ. അന്ന് നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ, അത് ചെറുതായാലും മതി. അതോടെ ബ്രെയിൻ ഈ പ്രശ്നങ്ങളെ മാത്രം കാണുന്ന പതിവ് മാറ്റി നല്ല കാര്യങ്ങളെ കണ്ടെത്താൻ ശ്രമിക്കും. 5 90 സെക്കൻഡ് റൂൾ. കോപം, സങ്കടം, ഭയം, ഈ വികാരങ്ങളുടെ തരംഗമെന്ന് പറയുന്നത് കേവലം 90 സെക്കൻഡ് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ശേഷം നമ്മൾ ഇതേ ചിന്ത ഇതേ തരംഗത്തിൽ ചിന്തിച്ചാൽ ഒരിക്കലും ലഭിക്കില്ല. അതുകൊണ്ട് അടുത്ത തവണ കോപം, സങ്കടം എന്നീ വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ 90 സെക്കൻഡ് സമയത്തേക്ക് നമ്മളൊരു ശരിക്കും ദീർഘനിശ്വാസം മാത്രം. എക്സസൈസ് 6 സക്സസ് റിപ്ലൈ. ഉറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിലെ എന്തെങ്കിലും ഒരു സക്സസ്, അത് ചെറുതാണെങ്കിലും ഒന്ന് ഓർക്കുക. ബ്രെയിൻ പരാജയങ്ങൾ മാത്രം ഓർക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ ബ്രെയിന് അതൊരു തിരിച്ചടിയാകും. അന്നു മുതൽ അവൻ ചെറിയ ചെറിയ വിജയങ്ങൾ ആലോചിക്കാൻ തുടങ്ങും. എക്സസൈസ് 7 ആസ്ക് ബെറ്റർ ക്വസ്റ്റ്യൻസ്. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെയായത് എന്ന് ഒരിക്കലും ചോദിക്കരുത്. പകരം വീണ്ടും മെച്ചപ്പെടുത്താൻ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, അതിന് എന്ത് കാര്യമാണ് ഞാൻ ചെയ്യേണ്ടത്, ഇതായിരിക്കണം നിങ്ങളുടെ ചോദ്യം. ഇത്തരം ചോദ്യങ്ങൾ നിങ്ങളുടെ ബ്രെയിനിന് റീപ്രോഗ്രാമിംഗ് ചെയ്യാനുള്ളൊരവസരം നൽകും. ന്യൂറോ സയൻസ് പറയുന്നത് ബ്രെയിന് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന ഒരു കഴിവുണ്ട്. അതായത് പുതിയ ചിന്താശീലങ്ങൾ പരിശീലിക്കുവാൻ തുടങ്ങുമ്പോൾ നമ്മുടെ തലച്ചോറിലെ ബന്ധങ്ങൾ മാറാൻ കഴിയും. അതുകൊണ്ടാണ് ചെറിയ ചെറിയ പരിശീലനങ്ങൾക്ക് പോലും കാലക്രമേണ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ കഴിയുന്നത്. ഓർക്കുക, നെഗറ്റീവ് ചിന്തകൾ വരുന്നത് ഒരിക്കലും നിങ്ങൾ ദുർബലനായതുകൊണ്ടല്ല, ബ്രെയിനിൻ്റെ ഒരു സ്വാഭാവിക പ്രവണതയാണ്. പക്ഷേ ആ ചിന്തകളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നത് ഒരു സ്കില്ലാണ്. ആ സ്കിൽ ഇന്നു മുതൽ നിങ്ങൾക്ക് പരിശീലിക്കാം. ഈ 7 എക്സസൈസ് അടുത്ത് വരുന്ന 21 ദിവസം ഒന്ന് പരിശീലിച്ച് നോക്കൂ. നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റിൽ എഴുതൂ. ഇത്തരം മൈൻഡ് ട്രെയിനിങ് വീഡിയോകൾക്കായി മൈൻഡ് സെറ്റ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.